ഇനിയും മറ്റുള്ള മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഇത്രയും ഫങ്ഷണൽ ഫീച്ചേഴ്സ് ആണ് സംസാരിച്ചത്. ഇനി മാനേജ്മെന്റ് ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ബേസിക്കലി കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ പോർട്ട് മിററിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം പോർട്ട് മിററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറലി ഫോറൻസിക്കിനും അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ എടുക്കാനും റിട്രീവ് ചെയ്തെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് മിററിംഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെർവർ ഉണ്ട്, നമ്മുടെ ഒരു വെബ് സെർവർ അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ സെർവറാണ്. അപ്പോൾ ആ സെർവറിലോട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നമ്മൾ പോർട്ട് മിററിംഗ് ത്രൂ നമ്മൾ വേറെ ഒരു പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇത് ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഡിവൈസിലോട്ട് നമ്മൾ കോപ്പി ചെയ്തിടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ ആ ഒരു സെർവർ ഡൗൺ ആയി പോകുമോ അല്ലെങ്കിൽ അറ്റാക്ക് വല്ലതും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെർവറിൽ നിന്ന് ചിലപ്പം ഡേറ്റ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ നമ്മൾ പോർട്ട് മിറർ ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് വേറൊരു ഡിവൈസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റോർ ചെയ്ത ഡിവൈസിൽ നിന്ന് നമുക്ക് ആ ഡേറ്റ എടുക്കാൻ പറ്റും. അത് ഫോറൻസിക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വിലാൻസ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടിപ്പിൾ സ്വിച്ചസിൽ നമുക്ക് വിലാൻസ് ഇട്ടിട്ട് നമുക്ക് ആ നെറ്റ്വർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില സാഹചര്യം വരുമ്പോഴത്തേനും നമുക്ക് ലിങ്ക് അഗ്രിഗേഷൻ എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു 10 പേര് ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം മറ്റ് വേറൊരു ഫയൽ സെർവർ ഉണ്ട്. എല്ലാവരും കൂടെ ഒരേ സമയം ഒരു ഫയൽ സെർവർ, അത് വേറൊരു സ്വിച്ചിലാണ് ഉള്ളത്. ആ സ്വിച്ചിൽ നിന്നുള്ള ഫയൽ സെർവറിൽ നിന്നുള്ള ഫയൽസ് എപ്പോഴും ഡൗൺലോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ വലിയ ഫയൽസ് ആണ് വെക്കുക. ഇപ്പൊ ക്യാറ്റ് ഫയൽ പോലത്തെ ഫയലുകളൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 GB ഒക്കെ ആയിരിക്കും ഒരു ഫയലിന്റെ സൈസ് എന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരേ സമയം ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആ സ്വിച്ചുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഒരു 1 GBs ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ 10 പേരും ആ 1 GBs ലിങ്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 GBs ലിങ്കിന്റെ ആ ബാൻഡ് എടുത്ത് 10 പേര് ഷെയർ ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സ്ലോനെസ് വരാൻ ചാൻസ് ഉണ്ടാവും 10 പേരൊക്കെ ഒരുമിച്ച് ആ ലിങ്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, നമുക്ക് എക്സ്ട്രാ ലിങ്കുകൾ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു വെർച്വൽ ഒറ്റ പോർട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ലിങ്ക് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 ലിങ്ക് അല്ലെങ്കിൽ ഒരു 4 ലിങ്ക് ഒരുമിച്ച് ലിങ്ക് അഗ്രിഗേഷനിൽ സെറ്റ് ചെയ്തതാണെങ്കിൽ 1 GBs ലിങ്ക് ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ 4 GBs സ്പീഡ് കിട്ടും. അപ്പോൾ അതാണ് ലിങ്ക് അഗ്രിഗേഷൻ. അപ്പോൾ ഒരു സ്വിച്ചിൽ നിന്ന് മറ്റൊരു സ്വിച്ചിലോട്ട് നമ്മൾ ഒറ്റ ലിങ്ക് കണക്ട് ചെയ്യുന്നവരെ നമ്മൾ 4 ലിങ്ക് കണക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള അതായത് ഹൈ ത്രൂപുട്ട് വേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ 2 സ്വിച്ചുകൾക്കിടയിലാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ലിങ്കുകൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസുകൾ തമ്മിലുള്ള ആ ഒരു ഡേറ്റ സ്പീഡ് നമുക്ക് കൂടും, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും മൾട്ടിപ്പിൾ ലിങ്ക് കണക്ട് ചെയ്തിട്ട്. പിന്നെ റിമോട്ട് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെസ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഡാറ്റാ സെന്ററിൽ പോകണമെന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ മോഡേൺ സ്വിച്ചിന്റെ ഈ ഒരു ഫീച്ചേഴ്സ് പറഞ്ഞത്.